നമസ്കാരം. പ്രധാന വാർത്തകൾ. കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് 9 മാസം. പുതിയ സമിതി രൂപീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. സംഘടനാ പ്രശ്നങ്ങളുടെ പേരിൽ CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് 9 മാസം. പുതിയ സമിതി രൂപീകരിക്കാത്തതിൽ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തം. ജില്ലാ നേതൃത്വത്തിലെ ചിലർ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതുവരെ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി പരാതി. താഴെത്തട്ടിലുള്ള പ്രവർത്തനം നിർജീവമായെന്ന് പാർട്ടി പ്രവർത്തകരുടെ ആരോപണം. വിഷയമുന്നയിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ചില പഴയകാല പ്രവർത്തകർ പരാതികൾ അയച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രവർത്തകർ പരാതിയിൽ അറിയിച്ചു. ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശം. അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. മതസ്പർദ്ധ വളർത്തൽ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി. പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉൽ സ്കൂളിലെ അധ്യാപികയാണ് വർഗീയ പരാമർശം നടത്തിയത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് നൽകിയ പരാതിയിലാണ് അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഡിവൈഎഫ്ഐ അടക്കം സ്കൂളിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശമെത്തിയതിന് പിന്നാലെ സ്കൂളിനെതിരെയും അധ്യാപികയ്ക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഭിന്നശേഷിക്കാരായ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ കയറി ക്രൂരത. പശുവിനെ കൊന്നു യുവാവ്. തിരച്ചിൽ ഊർജിതം. അഞ്ചലിലാണ് സംഭവം. യുവാവിനെതിരെ കേസ് കൊടുത്ത ഭിന്നശേഷിക്കാരായ അജിമോനും ലളിതയും താമസിക്കുന്ന വീട്ടിൽ കയറിയാണ് ആക്രമണം. വീട് തുറക്കാത്തതിനെ തുടർന്ന് പുറത്ത് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പശുവിനെ ചികിത്സിക്കാൻ കൊല്ലത്ത് നിന്നും മൃഗഡോക്ടർ എത്തിയിരുന്നു. എന്നാൽ ചികിത്സ നൽകിയെങ്കിലും പശുവിനെ രക്ഷിക്കാനായില്ല. ആക്രമണത്തിൽ മധുരപ്പ സ്വദേശി സാജിദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അവതാരകനും നടനുമായ രാജേഷ് കേശവന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടൻ തന്നെ കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കാർഡിയാക് അറസ്റ്റ് എന്നാണ് നിഗമനം. തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചതുമാണ് റിപ്പോർട്ട്. നിരവധി പേരാണ് രാജേഷിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനകൾ പങ്കിടുന്നത്. ബലാത്സംഗ കേസ്. റാപ്പർ വേടന് വ്യവസ്ഥകളോടെ മുൻകൂർ ജാമ്യം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 9 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു.